ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ സൂര്യനൊക്കെ ഉദിച്ച് നിൽക്കുന്ന ടൈമിൽ നമ്മൾ അതിരാവിലെ തന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? നമ്മളൊരു വലിയ വെയർ ഹൗസിലേക്കാണ് പോകുന്നത്. വൺ ഓഫ് ദ ലാർജസ്റ്റ് വെയർ ഹൗസസ് ഇൻ ഓസ്ട്രേലിയ. അതാണ് നമ്മുടെ കോസ്കോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും എന്ത് വലിയ ഒരു വെയർ ഹൗസ് ആണ് ഇതെന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ അകത്ത് കിട്ടാത്തതായിട്ടുള്ള ഒന്നുമില്ല. ടി വി, ഫ്രിഡ്ജ്, അങ്ങനെ ഇലക്ട്രോണിക്സ് ഐറ്റം മുതൽ നമ്മുടെ ഫുഡിൻ്റെ സംഭവങ്ങൾ, അരി പിന്നെ ഗ്രോസറീസ് ആയിട്ടുള്ള അത്, ബ്രെഡ്, പിന്നെ വെജിറ്റബിൾസ്, അങ്ങനത്തെ സംഭവങ്ങൾ കിട്ടും. പിന്നെ ഇപ്പം നമുക്ക് തന്നെ ഷോപ്പ് ചെയ്യാൻ പോകണമെങ്കിൽ ഡയറക്റ്റ് കോസ്കോയിൽ വന്ന് നമുക്ക് കിട്ടാത്തതായിട്ടുള്ള ഒന്നുമില്ല. ഇപ്പോൾ ഫസ്റ്റ് ടൈം ഓസ്ട്രേലിയ വരുന്നവരൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ഓസ്ട്രേലിയ വന്നപ്പോൾ എനിക്ക് റൂമിലേക്ക് ഫാൻ വേണമായിരുന്നു, ഹീറ്റർ വേണമായിരുന്നു. ആ സംഭവങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ക്വിൽറ്റ്, ബെഡിലിരുന്ന ക്വിൽറ്റ്, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. എന്ന് വെച്ചാൽ ഒരു വൺ ടൈം ഷോപ്പിംഗ് വെയർ ഹൗസ് ആണ് കോസ്കോ എന്ന് പറയുന്നത്. ഒരൊറ്റ തവണ പോയാൽ നമുക്ക് കിട്ടുന്ന കുറേ സാധനങ്ങൾ കിട്ടും. വീട്ടിലേക്കുള്ള ഒരുമാതിരി ഓൾമോസ്റ്റ് എല്ലാം തന്നെ കിട്ടും. പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ സെക്ഷൻ തന്നെ ഉണ്ട്. നമ്മുടെ സീ ഫുഡ്, പിന്നെ ബീഫ് ഐറ്റംസ്, പിന്നെ ഫ്രോസൺ ഐറ്റംസ്, അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സെക്ഷനുണ്ട്. ഇതെല്ലാം പല പല സെക്ഷൻ. നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്കൊരു ഇലക്ട്രോണിക്സ് ആണ് കാണുന്നത്. പിന്നെ അത് കഴിയുമ്പോൾ കുറച്ച് ബാക്കിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഡ്രസ്സ് ഐറ്റംസ് കുറച്ചൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ക്വിൽറ്റ് പറഞ്ഞ പോലെ. പിന്നെ അവിടെ ഇങ്ങനെ സെയിലൊക്കെ കാണും. പ്രൈസ് കുറച്ച് നമുക്കിങ്ങനെ പാൻറ്റിൻ്റെ സംഭവങ്ങൾ, സ്വെറ്റ് ഷർട്ട്സ്, ഹുഡീസ്, അതൊക്കെ സെയിലിൽ കാണും. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ പുറകിലേക്ക് പോകുമ്പോൾ നമുക്ക് ബ്രെഡ് ഐറ്റംസിൻ്റെ ഒരു സെക്ഷനാണ് വരുന്നത്. പിന്നെ നമ്മുടെ പേസ്ട്രീസ്, കേക്ക്, പിന്നെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് ഈ കൂൾ സെക്ഷൻ വരുന്നുണ്ട്, ഈ ഫ്രീസർ പോലത്തെ സംഭവം. അപ്പോൾ അതിൻ്റെ അകത്താണ് നമ്മുടെ ഈ വെജിറ്റബിൾസ്, കുറേ ഫ്രൂട്ട്സും ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഫിൽറ്ററൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിലുള്ളവർ മെയിൻലി ബൾക്ക് ഷോപ്പിംഗ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കോസ്കോയിലേക്ക് വരുന്നത്. നമുക്ക് പ്രൈസൊക്കെ കമ്പയർ ചെയ്ത് ഇവിടെ പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും. അതൊക്കെ ഭയങ്കര ഇതാണ്. പിന്നെ ഈ കോസ്കോയിലേക്ക് വരുമ്പോൾ നമുക്കൊരു മെമ്പർഷിപ്പ് കാർഡ് എടുക്കണം എന്നുണ്ട്. അവർ നമ്മളെ മെമ്പർഷിപ്പ് കാർഡ് ചെക്ക് ചെയ്തിട്ടാണ് അകത്തേക്ക് കയറ്റി വിടുന്നത്. അപ്പോൾ എൻ്റെ ബ്രദറിന് മെമ്പർഷിപ്പ് കാർഡ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അവൻ്റെ കൂടെ പോകുന്ന ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ എടുത്തേക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് സ്പ്ലിറ്റായിട്ട് ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ല പ്ലേസ് ആയിരിക്കും കോസ്കോ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് കിട്ടാത്തതായിട്ടുള്ള ഒന്നുമില്ല. ഓൾമോസ്റ്റ് ഇങ്ങനെ ചെറിയ സാധനം മുതൽ വലിയ സാധനം വരെ കിട്ടും. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ വരുമ്പോൾ അയൽ നമ്പറൊക്കെ കാണാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ ബ്രെഡിൻ്റെ സെക്ഷൻ. ഈ ബ്രെഡിൻ്റെ സെക്ഷൻ കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് ഇത്രയും ബ്രെഡ് ഇവിടെ ഉണ്ടോ. പല ടൈപ്പുള്ള ബ്രെഡുണ്ട്, മൾട്ടിഗ്രെയിൻ ബ്രെഡ്, പല ഷേപ്പിലുള്ള ബ്രെഡുകൾ, അതൊക്കെ ഇവിടെ കാണാൻ പറ്റും. അത് ഫ്രഷ് ആയിട്ട് അവർ ബേക്ക് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ഇത് വാങ്ങാൻ വേണ്ടി തന്നെ ആൾക്കാർ വരുന്നുണ്ട്. കാരണം മിക്ക സ്റ്റോറിൽ ഇതുപോലെ ബ്രെഡിൻ്റെ ഐറ്റംസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് അവർ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തിട്ട് പോകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ മൾട്ടിഗ്രെയിൻ ബ്രെഡ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞ് നമുക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്, പേസ്ട്രീസ്, അതിൻ്റെ സെക്ഷനൊക്കെ കാണാൻ പറ്റും. ഇത് ക്രിസ്മസ് കഴിഞ്ഞ ആ ടൈമിൽ പോയത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ
ഇതിങ്ങനെ വലിയ വലിയ സംഭവങ്ങളില്ലേ, ഈ സ്നോമാൻ പോലെയുള്ള ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാരാണെങ്കിൽ അവരുടെ വീട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ട് പോകും. എന്നിട്ട് അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങുന്നതൊക്കെ ഇവിടെ നിന്നാണ്. അതൊക്കെ കാണാൻ വേണ്ടി നല്ല രസമായിരുന്നു. നല്ല പെർഫെക്റ്റ് ആയിട്ട് അറേഞ്ച് ആയിട്ടാണ് എല്ലാം ഇരിക്കുന്നത്. നമുക്ക് അയൽ നമ്പർ നോക്കുമ്പോൾ മനസ്സിലാകും എന്ത് ഈസിയാണ് ഓരോ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന്. ഇനി ഇവിടുത്തെ ഒരു പ്ലേസ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകുന്നത് ഒരു ഗ്രോസറി സെക്ഷനിലേക്കാണ്. അതിൻ്റെ ഓവറോൾ വീഡിയോ ഇല്ല, ചെറിയ വീഡിയോ. ഇതാണ് നമ്മുടെ വാട്ടർമെലൺ. അതിൻ്റെ സൈസ് കണ്ടാൽ അറിയാം. നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഒരു ഹാഫ് എന്ന് പറയത്തില്ല, അതിൻ്റെ ഒരു 1/4 ഭാഗമേ നമ്മുടെ അവിടെ സൈസ് ഉള്ളൂ. ഇവിടെ എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ വാട്ടർമെലനാണ് ഈ കാണുന്നത്. ഇത് റോക്ക് മിലൺ എന്ന് പറഞ്ഞ സംഭവമാണ്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടെ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ ഓൾമോസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുമ്പോൾ എടുക്കുന്നതാണ്. അപ്പോൾ ഓസ്ട്രേലിയ വരുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ബൾക്കായിട്ട് ഫസ്റ്റ് ടൈം വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ കുറേ ഷോപ്പുകളുണ്ട്. ഇപ്പോൾ കോസ്കോ വെയർ ഹൗസുകൾ ഇവിടെ പല തരത്തിലുണ്ട്. കോസ്കോ പോലെ തന്നെ നമുക്ക് ഐക്കിയ അങ്ങനത്തെ കുറേ വെയർ ഹൗസുകളുണ്ട്. ഓരോന്നും ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഹൗസ് ഐറ്റംസ് ആണ് മെയിൻലി വാങ്ങാനുള്ളത്. ഫർണിച്ചറിനൊക്കെ ഉള്ളതാണ് ഐക്കിയ എന്ന് പറയുന്നത്. അങ്ങനെ ഓരോന്നാണ്. ഇത് നമ്മൾ പംകിനാണ്, അത് പല ഷേപ്പിൽ വരുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ ഒറിയോയുടെ കപ്പ് കേക്ക്സ് ആണ്. ഇത് ആ ഫ്രോസൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഓരോ കോസ്കോ വെയർ ഹൗസും നമ്മുടെ പല രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കയറുന്നിടത്ത് തന്നെ അവിടെ റൂട്ട് മാപ്പ് പോലെ എന്തെങ്കിലും കാണും. അല്ലെങ്കിൽ നമുക്ക് അയലിൻ്റെ ഇൻഫർമേഷൻ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇത് ഇവിടുത്തെ കേക്കുകളാണ്. എനിക്കൊന്ന് ഇത് മഡ് കേക്കോ അങ്ങനെ ഏതാണ്ടാ പറയുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.